എല്ലാവർക്കും മരിയൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് വെച്ചിട്ടാണ്. ഡേറ്റ്സ് വെച്ചിട്ട് ഞാൻ മുന്നൊന്നും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതല്ല, ഇത് ഡേറ്റ്സ് പ്ലസ് കൊക്കോ പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബൗളിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്, അത് കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞോണം, പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായത് ഡ്രൈ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം, എന്നിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. ഇത് ബേക്കിംഗ് കൊക്കോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ പൗഡർ 1 ടേബിൾ സ്പൂൺ വേണം. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കയ്പിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ ഇത് വെനില എസൻസ് ആണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് സോഡ ഞാൻ യൂസ് ചെയ്യുന്നില്ല. 1 ടേബിൾ സ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൈയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞോണം, മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ അല്ല, സെൽഫ് റൈസിങ് ഫ്ലോർ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതാണ് കേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ 1 കപ്പ് പൊടി എടുക്കുക. അത് കറക്റ്റ് അളവിന് എടുത്തിട്ട് വടിച്ചിട്ടിട്ട് കറക്റ്റ് അളവിനുള്ള 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് 1-2 കപ്പ് എത്രയെന്ന് വെച്ച് എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് കൊക്കോ പൗഡർ ഇപ്പോൾ 2 കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഞാൻ 1 കപ്പ് പൊടിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടി കൂടുതൽ എടുക്കാത്തത് ആ ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് കുറച്ച് കൂടുതലെടുത്താൽ മതി, പൊടി നിങ്ങൾ കൂടുതലെടുക്കുകയാണെങ്കിൽ. 1 കപ്പാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ അളവിനെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതും ഇതേമാതിരി തന്നെ കറക്റ്റ് എടുത്തിട്ട് ഒരു എന്നാ പറയുക, നൈഫോ അല്ലെങ്കിൽ സ്പൂൺ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് കറക്റ്റ് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ കൊക്കോ പൗഡർ കൂടും തോറും അതിനൊരു കയ്പിൻ്റെ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അത് പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ വെനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ്, മധുരം ചേർക്കുന്ന എന്തിലും ഒരു നുള്ളു ഉപ്പ് ചേർക്കുമ്പോഴാണ് ആ മധുരം കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. അത് ഏകദേശം ഒരു 3/4 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സിന് ഓൾറെഡി മധുരം ഉണ്ടായിരിക്കും, പക്ഷേ കറക്റ്റ് അത് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ സിറപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ യൂസ് ചെയ്യാം, പക്ഷേ എല്ലാവരും ഷുഗർ യൂസ് ചെയ്യണമെന്നില്ല. ഇതാണ് ഡേറ്റ്സിൻ്റെ സിറപ്പ്. അത് ഏകദേശം ഒരു 3/4 കപ്പോളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം ഇത് ശർക്കരേൻ്റെ പാനിയായാലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട ആയാലും മതി. ഇപ്പോൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അത് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അരഭാഗത്തോളം ഉണ്ടായിരിക്കും. അപ്പോൾ 1 കപ്പ് പൊടിയല്ല എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ചേർക്കുന്നുള്ളൂ. ഈ ഓയിലിന് പകരം ഒരു വലിയ മുട്ടയാണെങ്കിൽ ഒരു വലിയ മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 25 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാലല്ല, ഇളം ചൂടുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല കറക്റ്റ് പരുവത്തിൽ എടുക്കണം. എന്നിട്ട് വേണം ഇതിനകത്തേക്ക് വെള്ളം യൂസ് ചെയ്യാൻ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഡേറ്റ്സിൽ ഓൾറെഡി ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാരണം അതിങ്ങനെ പിഴിഞ്ഞ് തന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് വരും. അതുപോലെ ഓയിലും യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡേറ്റ്സിൻ്റെ സിറപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെള്ളത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് എന്തോരം വെള്ളം വേണ്ടി വരും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ 1/2 കപ്പ് 1 കപ്പ് എന്ന് പറഞ്ഞ് ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൂടിപ്പോവും. അപ്പോൾ കുറച്ച് പൊടി കൂടുതലെടുത്താൽ മതി. അതേപോലെ ഡേറ്റ്സും കുറച്ച് കൂടുതലെടുക്കുക. അപ്പോഴാണ് ആ ഡേറ്റ്സ് കേക്കിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. പൊടി കൂടി കഴിഞ്ഞാൽ ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 1 കപ്പ് വെള്ളം വേണ്ടി വരത്തില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കും. ഇപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല ഫ്ലഫി ആയിട്ട് കേക്ക് വരും. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കേക്കിൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ 2-3 കേക്കായി ചെയ്ത് 3ാമത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്നേ ഞാൻ ചെയ്ത കേക്കുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. കാരണം ഓവനൊന്നും ഇല്ലാണ്ടാണ് കേക്ക് നമ്മൾ ഉണ്ടാക്കുക വീട്ടിൽ.
ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതേമാതിരി ബീറ്ററോ ഒന്നും വേണ്ട, കോൺഫ്ലോർ വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ഒന്നും വേണ്ട, മുട്ട വേണ്ട, ഇതൊന്നും ചേർക്കാണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം, പക്ഷേ അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കേക്ക് വീടിനകത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ഇപ്പോഴും ബാക്കിയുണ്ട്. നമ്മൾ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിലത്തെ വെള്ളം കറക്റ്റ് ആണോ എന്നുള്ളത്. ഇതിപ്പോൾ വെള്ളം ആയിട്ടുണ്ട്. ഇതിന് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും വേവാനായിട്ട്, വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് മാറ്റാം. ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ മടക്ക് വീണത് ഞാൻ പറയാറുണ്ട്, പക്ഷേ എല്ലാ കേക്കിലും അത് ബാധകമല്ല കേട്ടോ. ഇപ്പോൾ ഡേറ്റ്സ് ചേർത്താണ് കാരണം നമുക്ക് അങ്ങനെ വിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സോ ഫ്രഷ് ഫ്രൂട്ട്സോ ഒന്നും ചേർക്കാണ്ടിരിക്കുമ്പോഴാണ് അത് മടക്കായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ വെള്ളം ഇതിന് കറക്റ്റാണ്. ഇനി വെള്ളം കൂടിക്കഴിഞ്ഞത് വേവാനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ എപ്പോഴും പറയണമെന്ന് തന്നെ ഞാൻ പാത്രം ചൂടാക്കാനായിട്ട് ഗ്യാസ് സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. സിമ്മിലിട്ട് ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ ഇനി ഞാൻ സ്റ്റവിൻ്റെ മുകളിലേക്ക് വെക്കും. ഒരു 10-25 മിനിറ്റ് ഇത് വേവാനായിട്ട് വേണ്ടി വരും. അത് വെന്ത് കഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യാറ്. എപ്പോഴും ഞാൻ കാണിക്കുന്ന കാരണം ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടില്ല, വേവിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. സെയിം അടുപ്പത്ത് വെച്ച് മുന്നേ 2 കേക്ക് ചെയ്ത എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് കുത്തി ലെവലാക്കി എടുക്കണം, എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈവനാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ ചെയ്യണ കാരണം. പിന്നെ ഒരുപാട് വെള്ളമായിട്ടുള്ള ഇതല്ലല്ലോ. അപ്പോൾ നമുക്ക് കേക്ക് അടുപ്പത്ത് വെച്ച് വെന്തെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് പൊടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് 20 മിനിറ്റ് മതി. ഇപ്പോൾ അധികം പിടിച്ചിട്ടൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മൾ കുത്തുമ്പോൾ വരണ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതെന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളം തീ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം മൂടി തുറക്കാതെ ഇങ്ങനെ തന്നെ വെക്കുക. ആ സമയത്തിനുള്ളിൽ കേക്ക് ഒന്നും കൂടി ആ ചൂടിനകത്ത് ഇരുന്ന് റെഡി ആയിക്കോളും. അത് കഴിഞ്ഞ് തണുക്കാനായിട്ട് കേക്ക് പുറത്തെടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ആ കൊക്കോ പൗഡറിൻ്റെ സ്മെല്ലും ഡേറ്റ്സിൻ്റെ സ്മെല്ലൊക്കെ ചേരുമ്പോൾ നല്ലൊരു മണം ഒക്കെ വരുന്ന നല്ല കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഒരുപാട് ചൂടൊന്നുമില്ല, കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഡീമോൾഡ് ചെയ്യാനായിട്ട് എപ്പോഴത്തെ പോലെ ഞാൻ ചോപ്പിംഗ് ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേക്ക് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഓയിൽ ഒഴിവാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് പ്ലസ് കൊക്കോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക്. ഡേറ്റ്സ് കേക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. ഡേറ്റ്സ് മാത്രം വെച്ച് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. പ്ലസ് അതിൻ്റെ കൂടെ ഈ പൊടിയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.